മനുഷ്യർക്കെല്ലാം ഉണ്ടായേക്കാവുന്ന ഒന്നാണല്ലോ തെറ്റിദ്ധാരണ. തെറ്റിദ്ധാരണ ഒരു ചെറിയ കാര്യമല്ല. ഒരു ചെറിയ തെറ്റിദ്ധാരണ വലിയൊരു ശൂന്യത നമ്മളിൽ സൃഷ്ടിക്കാൻ കഴിയും. അത് പക്ഷേ നമ്മൾ അറിയണമെന്നില്ല. അതിന് കാരണമാവുന്ന ചിലപ്പോൾ സാഹചര്യങ്ങൾക്കനുസരിച്ച് ആശയങ്ങളിലുള്ള വ്യത്യാസമാകാം, സമയങ്ങളിലെ വ്യത്യാസമാകാം, ആശയവിനിമയത്തിൽ വരുന്ന ചില പിശകുകളാകാം, നമ്മുടെ ഓർക്കാതെയുള്ള നമ്മളിൽ നിന്ന് ഓർമ്മ ചില വാക്കുകളാകാം. അത് പറഞ്ഞു പോകുന്നത് നമ്മൾ മറന്നുപോയെന്നും വരും. പറഞ്ഞു വരുന്നത് തെറ്റിദ്ധാരണ വരാൻ വലിയ വാതിലുകളൊന്നും നമ്മൾ തുറന്നു കൊടുക്കേണ്ട, അതെങ്ങനെയും കയറി വരും. എന്നാൽ ആ ധാരണകളൊക്കെ തെറ്റിയതുപോലെ തെറ്റിൽ തന്നെ ഇരിക്കുമ്പോഴാണ് പ്രശ്നം വഷളാകുന്നത്. ഒരുപാട് തെറ്റിദ്ധാരണകൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഒരാളാണ് ഞാൻ. അത് കാരണം ഒരുപാട് ബന്ധങ്ങൾ നഷ്ടപ്പെട്ടിട്ടുമുണ്ട്. കുടുംബത്തിൽ, സ്കൂളിൽ, കോളേജിൽ, ചർച്ചിൽ, അങ്ങനെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും. ഒരു തുറന്ന സംഭാഷണത്തിലൂടെയോ ക്ഷമ പറച്ചിലൂടെയോ മാറിയേക്കാമായിരുന്ന തെറ്റിദ്ധാരണകളായിരുന്നു അതെന്ന് ഇന്ന് ഓർക്കുമ്പോൾ തോന്നാറുണ്ട്. എന്നാൽ പല തെറ്റിദ്ധാരണകളെയും സംസാരിച്ചില്ലാണ്ടാക്കാൻ 2025 ഞാൻ ശ്രമിച്ചു. അതിൻ്റെ ഫലമായി പല നഷ്ടപ്പെട്ട ബന്ധങ്ങളും എന്നിലേക്ക് തിരിച്ചു വന്നു. അതെനിക്ക് ചെറുതല്ലാത്ത വലിയൊരു തിരിച്ചറിവാണ് തന്നത്. ക്ഷമാപണത്തോടു കൂടിയൊരു സന്ദേശമോ ഫോൺ വിളിയോ മതിയാകും ഒരു ശൂന്യതയെ ഒരു നിമിഷം കൊണ്ട് നിറഞ്ഞു കവിയുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവരാം. എല്ലാവരും നമ്മളെ മനസ്സിലാക്കണമെന്ന് നമ്മൾ വാശി പിടിക്കാതെ നമുക്ക് എന്തുകൊണ്ട് അവരെ മനസ്സിലാക്കാൻ ശ്രമിച്ചുകൂടാ? ബൈബിളിൽ ഇങ്ങനെ പറയുന്നുണ്ട്, മനുഷ്യൻ പുറമേയുള്ളവ നോക്കുന്നു, ദൈവമോ ഹൃദയങ്ങളെ കാണുന്നു. സാധ്യമെങ്കിൽ നിങ്ങളാൽ കഴിയും പോലെ എല്ലാവരോടും സമാധാനത്തോടെ ജീവിക്കുകയും. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എല്ലാ തെറ്റിദ്ധാരണകൾക്കും വിവരണം ആവശ്യമില്ല. ചിലത് വിട്ടുകൊടുക്കൽ ആവശ്യപ്പെടുന്നു, ചിലത് പ്രാർത്ഥന, ചിലത് മൗനം.